Good morning, dear students. Good morning, teacher. How are you all? I am fine. Okay, very good. Have you had your breakfast? Good morning, teacher. Good morning. Good morning, teacher. Good morning. Good morning, teacher. Good morning. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നാണ് പറഞ്ഞത്. ചായ പോലും കുടിച്ചില്ല. ചായ കുടിച്ചു. ചായ കുടിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. ചായ കുടിച്ചു. ഇനി നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലേ? അതാണ്. Then take your textbook. How was your exam? How was your exam? Tough. Easy or tough? Tough. Tough? Yes. അതെന്താ ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ ഇട്ടത്, ആൻസർ ആണോ ടഫ്? ഏറ്റവും ടഫ് ഹിന്ദി ടഫായിരുന്നോ നിങ്ങൾക്ക്? മിസ് അമ്മക്ക് കുറച്ച് ടഫായിനി. ഏത് ഹിന്ദിയോ? യെസ്. അമൃതയ്ക്ക് കുറച്ച് ടഫായിനി ഹിന്ദി. അത് എന്തുകൊണ്ടായിരിക്കും? അതെ, മിസ്സിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മതി, നന്നായിട്ട് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. കാരണം റിപ്പീറ്റേഷൻ തന്നെയാണല്ലേ. ലാസ്റ്റത്തെ ഒരു അല്ല, എന്നാലും നിങ്ങൾക്ക് നേരത്തെ തീർന്നു. അപ്പൊ നിങ്ങൾ തലേ ദിവസം പഠിക്കാനിരുന്നോണ്ട് നിങ്ങൾക്ക് ടഫായി തോന്നിയത്. കുറച്ച് നമ്മളിപ്പൊ പഠിക്കുന്ന കാര്യം ഇപ്പൊ തന്നെ, ഇന്ന് ഹിന്ദി ആണെങ്കിൽ ഇന്ന് തന്നെ വൈകുന്നേരം ഒന്ന് വായിച്ചു നോക്കുക. പാഠഭാഗം വായിച്ചു നോക്കുക. പിന്നെ അടുത്ത ദിവസങ്ങളിൽ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ ടഫാന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യുവാണെങ്കിൽ നല്ല ഈസി ആവും. ഓക്കെ, ജീവിതത്തിൽ ഇനി അങ്ങോട്ടും അങ്ങനെയാ, എല്ലാം ടഫായിട്ടാ വരുക. ഒന്നും നമുക്ക് ഈസി ആയിരിക്കില്ല. ടഫ് 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 ടഫ്. പക്ഷെ അന്നേരം ഇപ്പൊ എന്താണ്? ട്രൈ 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 അങ്ങനെ ചിന്തിക്കുക. വീണ്ടും 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 ശ്രമിച്ച് ശ്രമിച്ച് നമ്മള് മുമ്പോട്ട് കയറി പോവുക. അതാണ് നമ്മൾ ശ്രമിക്കുക, ഒന്നും പ്രതീക്ഷിക്കണ്ട, ശ്രമിച്ചോളൂ കേട്ടോ. ഓക്കെ, ന്യൂ ലെസൺ പാഠ് 10. ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് and pencil. മിസ്സേ പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 44. ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അത് ഷെയർ ചെയ്യാം. പക്ഷെ അവിടെ സൗണ്ട് ആണെങ്കിൽ, ഡിസ്റ്റർബൻസ് ആണെങ്കിൽ പറയുക. ഓക്കെ. പാഠ് 10 ഓ की मात्रा. Today's date October 12. All of you present in your chat box. Then listen here. ഓ की मात्रा. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് ഏതാണ്? ആ, ഇ, ഈ, ഉ, ഉ, ഇർ, എ, ഐ വരെയുള്ള മാത്രകള്, ചിഹ്നങ്ങൾ പഠിച്ചു. എ, ഐ വരെയുള്ള ചിഹ്നങ്ങൾ പഠിച്ചു. നിങ്ങളൊന്ന് ഇന്ന് ചെയ്യേണ്ടെന്നറിയോ? വീട്ടില് ഹിന്ദിയുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തന്നെ ഒരു റഫ് ബുക്കില് അല്ലെങ്കിൽ ഒരു സ്ലേറ്റില് നിങ്ങൾ ആ ചിഹ്നങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് ഓർത്ത് എഴുതി നോക്കിയേ. വെറുതെ എ, ഐ വരെയുള്ള ചിഹ്നങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് എന്ന് ഓർത്ത് നോക്ക് കേട്ടോ. ലിസൺ ഓ की मात्रा. ഹിയർ ബ്രാക്കറ്റിൽ ഗിവൺ, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന നോക്കിയേ. ഓന്റെ ചിഹ്നം എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. താഴെ ഒരു വര, മുകളിൽ ഒരു വര, അല്ലേ? അതാണ് ഓന്റെ ചിഹ്നം. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് എങ്ങനെയാ ഓന്റെ ചിഹ്നം കൊടുക്കുക? കായാണെങ്കിൽ കായ് എഴുതി റൈറ്റ് സൈഡിൽ ഒരു വര, അതേപോലെ മുകളിലും ഒരു വര. എന്നാണ് കോ. ഓ की मात्रा.
ഓ ഓ എന്ന് പറയുന്നത് രണ്ടും ഈ ചിഹ്നം തന്നെയാണ്. ഓക്കെ, ഓ ഓ സേ ഓസ്. All of you listen. O say os. Nivedya, Vinod, video on cheyiye. Anirudh, please on your video. O say os. Os means dew. എന്താണ്? തുള്ളി. Dew എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറച്ച് സം dew, മഞ്ഞു തുള്ളി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു തുള്ളിയാണ് ഉദ്ദേശിക്കുന്നത് dew. അവിടെ ഓയിന്റെ മാത്ര കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മാ പ്ലസ് ഓക്കി മാത്ര പ്ലസ് രാ അല്ലെ. അപ്പൊ നമ്മളൊരു വേർഡ് വരുമ്പോ രാ എന്നുള്ളത് തീർന്നായിട്ട് നമ്മൾ ആ വാക്ക് കംപ്ലീറ്റ് ആകുമ്പോ വായിക്കണം. ക്യാൻ യു ഹിയർ മീ? യെസ്. ഓക്കെ, അപ്പോൾ അവിടെ പീകോക്കിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. മോർ, മാ പ്ലസ് ഓക്കി മാത്ര പ്ലസ് രാ. അപ്പൊ അത് നമ്മൾ കൂട്ടി വായിക്കുമ്പോ മോരാന്നല്ല വായിക്കുക, മോർ മോർ. അവിടെ ബ്രാക്കറ്റിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ കൊടുത്തിട്ടുണ്ട്. മോർ. മോർ മീൻസ് പീകോക്ക്. താ പ്ലസ് ഓക്കി മാത്ര പ്ലസ് താ പ്ലസ് ആക്കി മാത്ര. തോത്ത. തോത്ത മീൻസ് പാരറ്റ്. തോത്ത. നമ്മൾ തത്ത എന്ന് പറയുന്നതിന്റെ കുറച്ചൊരു മാറ്റേ ഉള്ളൂ അല്ലെ, തോത്ത. നിങ്ങൾ വേണമെങ്കിൽ മലയാളത്തിൽ തത്ത എന്നുള്ളത് തോത്താന്നായിരിക്കും എഴുതി വെക്കുന്നത്. അക്ഷരത്തെറ്റ് അറിയോ? തത്ത എന്നുള്ളത് വേണമെങ്കിൽ താത്താന്ന് എഴുതി വെക്കാം അല്ലെ, അക്ഷരത്തെറ്റ് വരുമ്പോ, അല്ലെങ്കിൽ തോത്താന്ന് എഴുതി വെക്കും. തത്താന്ന് എന്നാലും കറക്റ്റ് ആയിട്ട് എഴുതില്ല അക്ഷരത്തെറ്റ് വരുമ്പോ. നെക്സ്റ്റ് ജാ പ്ലസ് ഓക്കി മാത്ര പ്ലസ് ക പ്ലസ് രാ. ഇപ്പൊ എന്താ കൂട്ടി വായിക്ക? ജോക്കർ. ഇവിടെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ ജോക്കർ? ജോക്കർ എന്ന് പറഞ്ഞ ആരാണ്? ജോക്കർ എന്ന് പറഞ്ഞാൽ കോമാളി അല്ലേ. അതെ, സർക്കസിലൊക്കെ കാണുന്ന കോമാളി. നമ്മൾ കോമാളിയുടെ കോമാളിത്തരം കണ്ടിട്ട് നമ്മൾ ചിരിക്കും അല്ലെ, ജോക്കർ. നെക്സ്റ്റ് ക പ്ലസ് ഓക്കി മാത്ര പ്ലസ് ഡ പ്ലസ് ആക്കി മാത്ര. ഘോഡ. ഘോഡ മീൻസ്, ഇവിടെ കണ്ടോ നിങ്ങള്? ലിസൺ ഹിയർ. ഘോഡ മീൻസ് ഹോഴ്സ്. ഡ എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഡോട്ട് ഇട്ടത് കണ്ടോ നിങ്ങള്? Can you see this? യെസ്, കാണുന്നുണ്ട് അല്ലെ. എന്താണ് ഡ എഴുതിട്ട് അതിന്റെ അടിയിൽ ഒരു ഡോട്ട് ഇട്ടാല്? നമ്മൾ ഘോഡ ഡ തന്നെയാ വായിക്കുന്നത് അല്ലെ, പക്ഷെ അതിനൊരു പ്രൊനൗൺസ് ഉണ്ട്. എന്താണെന്നറിയോ? അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന പ്രൊനൗൺസിയേഷൻ നോക്കിയേ, GHORAA അല്ലെ. അപ്പൊ ഡ എന്നുള്ളതിന് നമ്മള് ചില സമയത്ത് നമ്മള് രാ എന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ കൊടുക്കും, ഗോര. പക്ഷെ നമ്മൾ പറയുന്ന ഗോഡ തന്നെയാണ് കേട്ടോ, അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ഓക്കെ, ഒന്നുകൂടെ വായിച്ചുതരാം. ഓസേ ഓസ്, മോർ, തോത്ത, ജോക്കർ, ഘോഡ. പേജ് നമ്പർ 44. ഏഞ്ചൽ ബെന്നി, ബിയോണ വീഡിയോ ഓൺ ചെയ്യൂ. ഏഞ്ചൽ ബെന്നി, സേറ മെരിയ. ഇതെന്താ നിങ്ങളെ വീഡിയോ ഓഫ് ചെയ്ത്? നിവേദ്യ, വിനോദ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ച വേർഡ്സ് ഏതൊക്കെയാണ്? ഓൾ ഓഫ് യു സേ ലൗഡ്ലി. ഓസേ ഓസ്, മോർ, തോത്ത. മിസ്സേ വീഡിയോ കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, വായിച്ചോളൂ. തോത്ത, ജോക്കർ, ഘോഡ. All of you write these words in your notebook. How many times? Only 3 times. ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഈ വാക്കുകള് ആ ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ളത് എങ്ങനെയാണ്? മാ പ്ലസ് ഓക്കി മാത്ര പ്ലസ് രാ, മോർ. ഇതെല്ലാം ഒരു 3 പ്രാവശ്യം വെച്ച് നിങ്ങൾ ആ നോട്ട്ബുക്കിൽ എഴുതാം. അവിടെ കുറിച്ച് വെച്ച പെൻസിൽ കൊണ്ട് ഹോംവർക്ക്. Write 3 times each word. Next,
പഠിക്കർ സീക്കോ. നമ്മൾ പഠിച്ചു പോവാണ്. അപ്പോൾ ഇത്രയും നേരം പഠിച്ച വാക്കുകള് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഹാദി ഹൈദർ, ഹാദി, ഗോ വാഷ് യുവർ ഫേസ് ആൻഡ് ഐസ്. ഗോ. വീഡിയോ ഓഫ് ചെയ്യണ്ട, പോയി കണ്ണും മുഖമൊക്കെ കഴുകിയിട്ട് വരിക. മനസ്സിലാവാത്തവരുണ്ടോ ഇപ്പൊ പഠിപ്പിച്ച കാര്യങ്ങള്? ഈ 5 വേർഡ്സ് മനസ്സിലാവാത്തവരുണ്ടോ? നോ. എന്നാൽ അടുത്തതിലോട്ട് കടക്കാം. പഠിക്കർ സീഖോ. ഫസ്റ്റ് വേർഡ് ഢോൽ. ഢോൽ മീൻസ് ഡ്രം. all of you say ഢോൽ. സോന, മോൾ, അയാൻ, വിജേഷ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ മിസ് പറയുന്ന കാര്യങ്ങൾ ലൗഡ് ആയിട്ട് അവിടുന്ന് പറഞ്ഞ് കേൾപ്പിക്കുകയും വേണം. ഓക്കെ. ഗോപി. ഗോപി മീൻസ് കോളിഫ്ലവർ. ബോൾ. അഖിരോട്ട്. ഭോജൻ. ടോക്കരി. കടോരി. ഗോൾ. മോത്തി. ഗോദി. Okay. Listen once more. ഢോൽ drum, സോന gold, മോൾ പ്രൈസ്. അതിന്റെ മലയാളം മീനിങ് വേണോ ഇനി? ഗോൾഡ് എന്ന് പറഞ്ഞ സ്വർണം, മോൾ എന്ന് പറഞ്ഞ പ്രൈസ് വില, ഗോപി കോളിഫ്ലവർ. എന്താണ് കോളിഫ്ലവർ? അതിന് നമ്മൾ ഗോപി മഞ്ചൂരി എന്ന് പറയാറില്ലേ? അതാണ് കോളിഫ്ലവറിന്റെ. ബോൾ വോയിസ് ശബ്ദം, അഖിരോട്ട് വാൾനട്ട്, ഭോജൻ ഫുഡ് ഭക്ഷണം, ടോക്കരി ബാസ്കറ്റ്. എന്താണ് ബാസ്കറ്റ്? ബാഗ്, സഞ്ചി എന്ന് പറയും. കഠോരി ബൗൾ, ബൗൾ അറിയില്ലേ? പാത്രം. ഗോൾ, ഗോൾ എന്ന് പറയുന്നില്ലേ മലയാളത്തിൽ? ഗോളം, റൗണ്ട്. മോത്തി, മോത്തി മീൻസ് മുത്ത്, പേള്. മുത്തിനാണ് മോത്തി പറയാം. ഗോദി ലാപ്പ്. എന്താണ് ലാപ്പ്? ലാപ്ടോപ്പ് എന്നൊക്കെ പറയുമ്പോ എന്താണത്? ലാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മടിത്തട്ട്. ലാപ്പ്. ഗോദി പറഞ്ഞ മടിത്തട്ട്, ലാപ്പ്. ഓക്കെ. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ വായിക്കാൻ അറിയില്ലെങ്കിൽ അതിന്റെ ആ ഇംഗ്ലീഷിലെ അതിന്റെ പ്രൊനൗൺസിയേഷൻ അവിടെ എഴുതി വെക്കാം. ഢോൽ, സോന, മോൾ, ഗോപി, ബോൽ, അഖിരോട്ട്, ഭോജൻ, ടോക്കരി, കടോരി, ഗോൾ, മോത്തി, ഗോദി. ഇവിടെ എന്താണ്? ഇവിടെയുള്ള വേർഡ്സ് എല്ലാം ഓക്കി മാത്രം ചേർത്തിട്ടുണ്ട്. അതായത് ഓയിന്റെ ചിഹ്നം മാത്രമേ ഈ പേജിലുള്ളൂ. അപ്പൊ അവിടെ റെഡ് എങ്കില് ആ റെഡ് കളറിൽ ഓയിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ കണ്ണിൽ അത് പതിയും. അപ്പൊ എങ്ങനെയാണ് ഓക്കി മാത്രം കൊടുക്കുക? നമ്മളിപ്പം ഗോപി എന്ന് എഴുതണമെങ്കിൽ ഗോ എങ്ങനെ എഴുതും? ഫസ്റ്റ് ഗാ എഴുതി ഓക്കി മാത്ര. ഓക്കി മാത്ര പറയുമ്പോ ഓയിന്റെ ചിഹ്നം എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? റൈറ്റ് സൈഡിൽ ഒരു വര, മുകളിൽ ഒരു വര. അങ്ങനെയാണ് ഗോ എന്ന് വരിക. ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? യെസ്. ഓക്കെ, വെരി ഗുഡ്. ലിഖോ. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഈ പഠിക്കർ സീക്കോ എന്നുള്ള ഈ വേർഡ്സ് എല്ലാം ഒരു പ്രാവശ്യം റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് 1 time. ഓരോ വാക്കും ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലിഖോ. എന്താ ലിഖോ മീൻസ്? റൈറ്റ്, എഴുതുക. ഖോ, ലോ, ഥോ, ഹോ. അക്ഷരങ്ങൾ കൊടുത്തിട്ട് അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ. ഖോസെ ഖോയ, ലോസെ ലോട്ട, ഥോസെ ധോത്തി, ഹോസെ ഹോളി. ജസ്റ്റ് അതിന്റെ മുകളിലൂടെ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി. ഡോണ്ട് റൈറ്റ് നൗ. ദിസ് ഇസ് ഹോംവർക്ക്. നെക്സ്റ്റ് പേജ് നമ്പർ 45. പേജ് നമ്പർ 45 ചെറിയൊരു റൈമാണ് അവിടെ. ഹോളി.
അവിടുത്തെ പിക്ചറൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ആ പേജ് കൊടുത്തിരിക്കുന്ന പിക്ചർ, കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ്, ഒരു മരത്തിന്റെ ഒരു കമ്പിന്റെ മുകളിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് അവിടെ ഒരു പക്ഷി മീൻസ് ചിടിയ. ചിടിയ എന്ന് ഹിന്ദി പറയാം. നമുക്ക് അതിന്റെ ഹിന്ദി വേർഡ് തന്നെ പറയാം. മോർ, മോറുണ്ട്. തോത്ത അല്ലേ? ഇപ്പൊ ഫോക്സ്, ഫോക്സിന് എന്താ പറയാ നമ്മള്? ഫോക്സിന് എന്തായിരുന്നു വേർഡ്? ആർക്ക് പറയാം? ലോമടി എന്ന് പഠിച്ചിട്ടില്ല നമ്മൾ? ലോമടി, ലോമടിയാണ് ഫോക്സ്. അപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ അവര് എന്തോ അവിടെ പരിപാടി ഉണ്ട്, അതാണ് അവിടെ കാണിക്കുന്നത്. ലിസൺ. ഹോളി ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഹോളി. എങ്ങനെയാ ഹോളി എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചേ. ഹായ് എഴുതി ഓക്കി മാത്ര അല്ലെ? താഴെ മുകളിൽ ഒരു വര. ഹോളി. ഹോളി മീൻസ് എന്താണ്? ഹോളി ആർക്ക് പറയാം? ഹോളി എല്ലാവർക്കും അറിയുന്നതാണ്. ഇഷിക. ഫെസ്റ്റിവൽ. ആ, ഫെസ്റ്റിവൽ ആണ് അല്ലെ ഹോളി? എന്ത് ഫെസ്റ്റിവൽ അത്? ദീപങ്ങൾ. കളർ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ആ സമയത്ത് ഭയങ്കര ആഘോഷം അല്ലെ? കളർ വാരി വലിച്ച് എല്ലാരും കളർ. ഓക്കെ ഓക്കെ. പേജ് നമ്പർ 45. ടേക്ക് യുവർ പേജ് നമ്പർ 45. ഇപ്പൊ ഹോളി, ഹോളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആഘോഷമാണ്, അവര് നടത്തുന്ന ഒരു ആഘോഷം, അതിനാണ് ഹോളി എന്ന് പറയുന്നത്. ലിസൺ. തോത്ത, കോയൽ, മോർ, ലോമടി, खेली सबने मिलकर होली, कोयल ने गाना गाया है, मीठी मीठी उसकी बोली, मोर नाचे तिरक तिरक कर, लोमड़ी ढोल बजाए, तोता लेकर आया समोसे, सबने मिलकर खाए. Okay, listen. തോത്ത, കോയൽ, മോർ, ലോമടി, ഖേലി സബിനെ മിൽക്കർ ഹോളി. എന്താണ് ഇവിടെ പറഞ്ഞത്? തോത്ത മീൻസ് തത്ത, പാരറ്റ്. കോയൽ കുയിൽ. ഇവിടെ നമ്മൾ ചെടിയ എന്ന് പറഞ്ഞത് എന്താണ്? കുയിലാണത്. കോയൽ മീൻസ് കുക്കു, കുയിൽ. മോർ പീകോക്ക്, ലോമടി ഫോക്സ്. ഈ 4 പേരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഖേലി സബിനെ മിൽക്കർ ഹോളി. എന്താണ് അവിടെ? അവിടെ ഇവര് 4 പേരും കൂടെ അവിടെ ഹോളി കളിക്കുവാണ്. നമ്മൾ ഓരോ കൂട്ടം കൂടി കളിക്കുമ്പോ അതിന് ഓരോ പേരുണ്ടാവും അല്ലെ? നിങ്ങൾ കളിക്കുന്ന കളികളുടെ പേരൊന്ന് പറയാമോ? നിങ്ങൾ ഒരു 4 പേരൊക്കെ കൂടി കളിക്കുന്ന ഒരു കളിയുടെ പേരെന്താണ്? സാറ്റ് കളി അല്ലേ? എന്താണ്? ഞാൻ പറയാം. എന്താണ് സാവിയോ? ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും അല്ലെ? ആ അതന്നെ, ഓരോന്നിനും ഓരോ പേരുണ്ടല്ലേ? അതെ, അതുപോലെ ഇവരിവിടെ കളിക്കും പറയുന്നത്. ലൂഡോ കളിക്കും, കളിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഇവര് കളിക്കുന്നതിന് ഹോളി എന്നാണ് പേരെടുക്കുന്നത്. ഓക്കെ, ലിസൺ. कोयल ने गाना गाया है, मीठी मीठी उसकी बोली. അപ്പൊ കോയൽ, കുക്കു എന്താ ചെയ്യുന്നത്? ഇവിടെ നല്ല ഈണത്തില് നല്ല പാട്ട് പാടുക. എങ്ങനെയാ കോയല്? കോയലിന്റെ സൗണ്ട് നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ കോയല് സൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്? ാണോ അല്ല ബൗബൂതാണോ? ആ കേട്ടിട്ടുണ്ടല്ലേ? നല്ല ഈണത്തിൽ അത് പാടും. എന്താന്നല്ലേ? നല്ല രസമാണ് കേൾക്കാൻ. കേട്ടിട്ടുണ്ടോ? റിച്ചാർഡ് ചൂടടിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ, കേൾക്കാം നമുക്ക്. അപ്പൊ കോയലിനെ ഗാന ഗായാ ഹേ, മീട്ടി മീട്ടി ഉസ്കി ബോലി. നമ്മുടെ കോയല് മരത്തിന്റെ ചില്ലകളിൽ ഇരുന്നിട്ട് നല്ല ഈണത്തില് പാട്ട് പാടുവാണ്. മോർ നാച്ചെ തിർക്ക് തിർക്ക് കർ, ലോമടി ടോൽ ബജായെ. എന്താണ് ലോമടി? ടോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോൽ, ടോൽ പഠിച്ചില്ലേ? ഡ്രം. നമ്മുടെ ലോമടി, ലോമടി ഡ്രം,
വായിക്കുമ്പോൾ അല്ലെ, ബജാന പറഞ്ഞ വായിക്കുക, ഡ്രം എന്താണ് നമ്മള് കൊട്ടുക എന്നൊക്കെ പറയില്ല അല്ലെ. ഡ്രം വായിക്കുമ്പോൾ നമ്മൾ ഈണത്തില് മോർ പീക്കോക്ക് നല്ല നൃത്തം വെക്കുവാണ് അവിടെന്ന്. ആ ഡ്രമ്മിന്റെ താളത്തിനനുസരിച്ച് പീക്കോക്ക് നൃത്തം ചെയ്യുകയാണ്. തോത്ത ലേക്കർ ആയ സമോസെ സബിനെ മിൽക്കർ ഖായേ. തോത്ത ലേക്കർ ആയ സമോസെ. നമ്മുടെ തോത്ത എന്ത് ചെയ്തു? സമോസ ഉണ്ടാക്കിയിട്ട്. സമോസ എന്ന് പറയുമ്പോ ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് വെള്ളം ഊറുന്നുണ്ടല്ലോ വായില് അല്ലേ ഏഞ്ചൽ? ഇവിടെ തോത്ത അനാമിക പി രാജക്ക് നോക്കിയേ വെള്ളമൊക്കെക്കൊണ്ടിരിക്കുക. സമോസ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്കൊക്കെ സമോസ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ്? തോത്ത അല്ലെ. തോത്ത സമോസയായിട്ട് വന്നു. സബിനെ മിൽക്കർ ഖായേ. അവർക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് തോത്ത എന്താ കൊണ്ടുവന്നേ? സമോസ കൊണ്ടുവന്നു. അങ്ങനെ അവര് ആഘോഷിച്ചു എന്നാ പറയുന്നത്. അവിടെ ഡാൻസും പാട്ടും ഫുഡും എല്ലാം കഴിച്ചിട്ട് അവര് ഹോളിയായി അവിടെ ആഘോഷിച്ചു എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നല്ല രസമുണ്ട് അല്ലെ. രാവിലെ തന്നെ വായിൽ വെള്ളം വന്നു. വിശക്കാൻ തുടങ്ങില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? സമോസ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ട്, എനിക്കറിയാം. അപ്പൊ വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ ഇന്ന്. ഇപ്പൊ രാവിലെ ഇനി പപ്പനെ ഓടിക്കണ്ട സമോസ വേണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ നിങ്ങള്, റെഡ് കളറില് ഓയിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്ന നോക്കിയേ. തോത്ത, കോയൽ, മോർ, ലോമഡി, കോളി, ഇവിടെയൊക്കെ ഉണ്ട് അല്ലെ. ബോലി, അവിടെയൊക്കെ റെഡ് കളറിൽ ഓയിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സസൈസ് ആണ് നെക്സ്റ്റ് ഉള്ളത്. നെക്സ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. നെക്സ്റ്റ് പിന്നെ നമ്മൾ പാഠഭാഗം വായിക്കാം. ഓക്കെ. പേജ് നമ്പർ 46. ടേക്ക് പേജ് നമ്പർ 46. ക്ലാസ്സിലുള്ളവര് ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് കയറിയവരൊക്കെ മറന്നു പോരുത്. പേജ് നമ്പർ 46. ലിസൺ ശബ്ദജ്ഞാൻ. ഇവിടെ നോക്കിയേ നിങ്ങള്, നല്ല രസമാണ് ഇവിടെ. നിങ്ങൾക്കറിയോ ബേർഡ്സിന്റെ അല്ലെങ്കിൽ ആനിമൽസിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ? സൗണ്ട് അറിയോ? നമ്മുടെ റിച്ചാർഡ്, ഞാൻ ചോദിക്കട്ടെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ റിച്ചാർഡേ. തോത്ത അല്ലെ, നമ്മുടെ തത്ത എങ്ങനെയാണ് സൗണ്ട്, അത് ശബ്ദം ഉണ്ടാക്കുന്നത്? തത്തയുടെ സൗണ്ട് എങ്ങനെയാണ്? കേട്ടിട്ടില്ല അല്ലെ? വേറെ കുക്കുവിന്റെ സൗണ്ട് കേൾപ്പിച്ചു അല്ലെ? ഓക്കെ. ആർക്കെങ്കിലും അറിയോ ബേർഡ്സിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ ക്ലാസ്സില്? ഏതെങ്കിലും ബേർഡ്സിന്റെ? പട്ടിയും പൂച്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റും അല്ലെ? അല്ലെ ആദിനാഥേ? ആദിനാഥ്. അപ്പൊ ഇവിടെ കുറച്ച് സൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്, ഞാനത് പറഞ്ഞു തരാം. ലിസൺ. പശു പക്ഷിയും കി ബോലിയ. എന്താണ് പശു പക്ഷി എന്ന് പറഞ്ഞാൽ? എന്താണ്? ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഇവരൊക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിസൺ. തോത്ത. തോത്ത മീൻസ് പാരറ്റ്. പാരറ്റിന്റെ സൗണ്ട് എങ്ങനെയാണ്? ഠേം 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 എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. ലിസൺ. തത്ത എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? ഠേം 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 എന്നാണെന്നാ പറയുന്നത്. കോയൽ. നെക്സ്റ്റ് നോക്കിയേ, കോയൽ. കോയൽ മീൻസ് കുഹു കുഹു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുഹു കുഹു. മോർ. മോറിന്റെ സൗണ്ട് ക്വേങ് 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 എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, മോർ അങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുന്നത്. ക്വേങ് ക്വേങ് ക്വേങ്. നെക്സ്റ്റ് ചിടിയ. ചിടിയ പക്ഷികൾ എങ്ങനെയാ? ചീം 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 ചിൽ ചിൽ എന്നൊക്കെ. ചിലെന്നല്ല, ചിലെന്നുള്ളത് നമ്മള് സ്കൊറലാണ്. ചെടിയ എങ്ങനെയാണ്? ചീം ചീം ചീം. കുറെ സൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെയാന്ന് അറിയില്ല. ഇവിടെ ചീം ചീം എന്നാ കൊടുത്തിരിക്കുന്നത്. കൗവ. ക്രോ എങ്ങനെയാണ്?
അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സാവിയോ? കാ കാ കാ. കാ കാ കാന്ന്. പിന്നെയുണ്ടല്ലോ വേറെ സൗണ്ട്. ഹൈദർ. ക്രോ എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുന്നത്? ആദ്യം അത് പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. എനിക്ക് ആ ഉറക്കച്ചടവ് മാറിയില്ലെന്ന് തോന്നല്ലോ. ആദിനാഥ്. ആയുഷ്. ആർക്കും അറിയില്ല കാക്കയുടെ സൗണ്ട് എങ്ങനെയാന്ന് ആർക്കും അറിയില്ല. വിയോണ. പറഞ്ഞു. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സ്വന്തം ചെയ്യാതെ. ഓക്കെ. ക്രാ ക്രാ ക്രോ ക്രോ എന്നൊക്കെയാണ് നമുക്ക് അറിയുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ കൗവാന്ന് മീൻസ് കൗവ ക്രോ. കാം കാവ് എന്നാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാം കാമ്പ്. നമ്മുടെ കാക്കകൾ അല്ലേ? നമ്മുടെ കാക്കകള് ക്രോ ക്രോ അല്ലെങ്കിൽ ക്രാ ക്രാ എന്നൊക്കെയാണ് പാടുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, റൈറ്റ് സൈഡിൽ കബൂത്തർ. ഫാത്തിമയ്ക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഫാത്തിമ ജുമാന, ഫാത്തിമ KM. കബൂത്തർ പീജിയൻ എങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കുറു 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 എന്നൊക്കെ അല്ലേ. ഗുഡർ ഗൂം എന്നാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡർ ഗൂം, ഗുഡർ എന്നൊക്കെ കേൾക്കാം. മിസ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഓട് മേഞ്ഞ സ്കൂളായിരിക്കും അല്ലെ. അപ്പൊ ഈ ഓടിന്റെ ഇടയിലൊക്കെ നമ്മുടെ കബൂത്തർ ഉണ്ടാവും, കുറേ കബൂത്തർ ഉണ്ടാവും. വെള്ളയല്ല കൂടുതലുണ്ടാവും, മറ്റേ ആ ഗ്രേ കളർ ആയിരുന്നേ. ഇപ്പൊ നമ്മളെന്താ ടീച്ചേഴ്സ് പഠിപ്പിക്കും, നമ്മൾ ഈ പ്രാവിനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ കുറെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കബൂത്തർ ഇങ്ങനെ പറക്കുന്ന അത് അവിടെ ഇങ്ങനെ സൗണ്ട് ആക്കിക്കൊണ്ടിരിക്കും. ആ ഓടിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും. അത് ഒരു മൂലയോടൊക്കെ ഉണ്ടാവില്ല, അതിന്റെ ഇടയിലുണ്ടാവും. കൂടൊക്കെ കെട്ടിയിട്ട് അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിരിക്കലാണ് പണി. അപ്പൊ പ്രാവിന്റെ സൗണ്ട് നമ്മൾക്കത് കേട്ട് പരിചയമുണ്ട്. ഗുഡർ പറമ്പില് പീക്കോക്കിന്റെ മുട്ട ഉണ്ട്. അതെയോ? വിരിയാൻ വെച്ച അതിന് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ വരുന്നെന്ന് നോക്കണം കേട്ടോ, ശല്യപ്പെടുത്തരുത് അവര്. മുർഗ. മുർഗ ആരാണ്? മുർഗ. മുർഗ മീൻസ് പോക്ക്. മുർഗ മുർഗി. മുർഗ എന്ന് പറഞ്ഞ എല്ലാവരുടെ വീട്ടിലും കാണും അല്ലെ. പോക്ക് എന്ന് പറഞ്ഞ എന്താ? പൂവൻകോഴിയില്ലേ? ചിലപ്പോ ക്ലാസ് എടുക്കുമ്പോ ഇപ്പൊ ആരവിനെ വിളിക്കുമ്പം പീക്കോക്കായിരിക്കും, അല്ല സോറി പോക്കായിരിക്കും ബാക്കിന്ന് കൊക്കരയെ കോ എന്ന് പറയുന്നത്. ആരവ് പറയുന്നതിന് പേര് കോഴി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പൂവൻകോഴി. മുർഗി എന്ന് പറഞ്ഞാല് പെടക്കോഴി. മുർഗ എങ്ങനെയാ നമ്മൾ പറയുന്നത്? കോഴി എങ്ങനെയാ? കോഴിയുടെ സൗണ്ട് എങ്ങനെയാ അനിരുദ്ധേ? അനിരുദ്ധ്. കൊക്കരേക്കോ. അങ്ങനെയാണല്ലേ, കൊക്കരേക്കോ. കുക്കുടൂം കൂം എന്നാ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹിന്ദിയില്. കുക്കുടൂം കൂം കണ്ടോ? മുർഗ കുക്കുടൂം കൂം. നെക്സ്റ്റ് ബില്ലി. മ്യാവൂ മ്യാവൂ. ബില്ലി എങ്ങനെയാണ്? മ്യാവൂ മ്യാവൂ എന്നാണ് അല്ലെ. ലാസ്റ്റ് കുത്ത. കുത്ത പൂച്ചയുണ്ട്. കുത്ത എന്ന് പറഞ്ഞാല് ഡോഗാണ്. ഭൗ ഭൗ. അതവിടെ അങ്ങനെ തന്നെയാണ്. ബന്ദർ മീൻസ് മങ്കിക്കാണ് ബന്ദർ എന്ന് പറയാ. ബന്ദർ ഖോം ഖോം എന്നാണ് സൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ ഇതൊന്ന് നിങ്ങള് വായിക്കുക കേട്ടോ, എഴുതും വേണം. അത് നോട്ട്ബുക്കിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് എഴുതി വെച്ചോ, അക്ഷരങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം എഴുതി വെക്കുക. പിന്നീട് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹോംവർക്ക് കൂടുന്നത്. ഇപ്പൊ തന്നെ അത് സെൻഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്ക് അത് സെൻഡ് ചെയ്യും. ഇനി എക്സാം ഒന്നും ഇല്ലല്ലോ. എന്താ നാസ? ഇപ്പൊ സൗണ്ടിന്റെതും അതെല്ലാം എഴുതണം നോട്ട്ബുക്കിലോട്ട്. ഇപ്പൊ പറഞ്ഞ ശബ്ദജ്ഞാനാണോ? അല്ല, സൗണ്ട് ഇല്ലേ? സൗണ്ട് അതെല്ലാം നോട്ട്ബുക്കിലോട്ട് എഴുതണം. നോട്ട്ബുക്കിൽ ഒരു പ്രാവശ്യം അത് എഴുതി അയക്കാനാ പറഞ്ഞത്. നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അയക്കുക. അപ്പൊ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടട്ടെ അതിന്റെ സൗണ്ട് ഒക്കെ എങ്ങനെയാ എഴുതുക എന്നുള്ളതൊക്കെ.
ഒരു പ്രാവശ്യം എഴുതിയെടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ശബ്ദാർത്ഥ്. നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ള വർക്ക് എന്താണ്? ക്ലാസ് ഗ്രൂപ്പിൽ ഞാൻ ഇടുന്ന വർക്ക് അത് പിന്നീട് തരാം. ഇപ്പൊ പറഞ്ഞ ഹോംവർക്ക് ഇപ്പൊ തന്നെ ചെയ്യാം കേട്ടോ. ശബ്ദാർത്ഥ് അതൊക്കെ ഞാൻ പിന്നീട് തരാം, ഒന്നും ഇപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. ബോലി, ആവാസ്. ആവാസ് മീൻസ് വോയിസ്, ശബ്ദം. തിർക്കിന, തിർക്കിന ശൂന്യ. എന്തോ എത്ര പ്രാവശ്യം എഴുതണ്ട്? ഏത്? ആ മേലെ കള്ളിയിൽ തന്നത് എത്ര പ്രാവശ്യം എഴുതണ്ട്? സൗണ്ടുകള്. വേർഡ്സ് സൗണ്ട് ആണോ ഉദ്ദേശിക്കുന്നത്? ആ, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇവിടെ ശ്രുതിലേക്ക് കണ്ടോ? ശ്രുതിലേക്ക് ടോൽ, തോത്ത, ലോമഡി, കോയൽ, സമോസ. ഈ 5 വേർഡ്സ് ഹോംവർക്ക് തന്നെ അത്. അപ്പൊ ഇതൊരു 3 പ്രാവശ്യം നിങ്ങൾ റഫ് ആയിട്ട് എഴുതി പഠിച്ചാൽ മതി കേട്ടോ. നോട്ട് ബുക്കിലേക്ക് എഴുതണമെന്നില്ല, റഫ് ആയിട്ട് അത് എഴുതി പഠിക്കാം. ടോൽ, തോത്ത, ലോമഡി, കോയൽ, സമോസ. ഒരു പ്രാവശ്യം എഴുതുമ്പോ തന്നെ താഴത്തെ വർക്കൊക്കെ നമുക്ക് നെക്സ്റ്റ് പീരീഡ് എടുക്കാം. ഈ ഒരു പേജ് അല്ലേ? താഴെ നോക്കിയേ. ഉചിത സ്ഥാൻ പർ ഓക്കി മാത്ര ലഗാക്കർ ശബ്ദ പൂരേക്കരം. ഇവിടെ ശരിയായ മാത്ര ചേർത്തിട്ട് ഈ വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ടോലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ക്ലാസ് വർക്ക് ആയിട്ട് ചെയ്തു. ടേക്ക് യുവർ പെൻസിൽ ആൻഡ് റൈറ്റ്. താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ബാ ഡാഷ് തരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ വരിക? ഇവിടെ ഓയിന്റെ ചിഹ്നം കൊടുക്കണം. ആ ഡാഷിന്റെ അടുത്ത് ഓക്കി മാത്രം കൊടുക്കുക. എങ്ങനെയാ ഓക്കി മാത്ര? താഴെ ഒരു വര, മുകളിൽ ഒരു വര. ബോത്തൽ, ബോത്തൽ എന്നാണ് വായിക്കുക. ബോത്തൽ മീൻസ് ബോട്ടിൽ. ഹിയർ ജോക്കർ, ജാ കർന്ന കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജോന്ന് എങ്ങനെ എഴുതും? ഡാഷിന്റെ അടുത്ത് ഓക്കി മാത്രം കൊടുക്കുക. ജോക്കർ. ഇവിടെ ഇപ്പം ക്ലാസ് കേട്ടി. ലിസൺ. ഇവിടെ സമോസയാണ് അല്ലേ? സാ മാന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? മായുടെ ഡാഷിന്റെ അടുത്ത് ഓയിന്റെ ചിഹ്നം കൊടുക്കുക. സമോസ. ഇപ്പൊ ഡാഷിന്റെ അടുത്തല്ല ഓക്കി മാത്രം കൊടുത്താണ്. ലാസ്റ്റ് വൺ ഗോപിയാണ്. ഗോപി മഞ്ചൂരി പറഞ്ഞ ഗോപി, കോളിഫ്ലവർ അല്ലേ? ഇപ്പൊ ഗായ്ക്ക് ഓയിന്റെ ചിഹ്നം കൊടുത്ത ഗോ ആയി. Are you finished? എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? ജോയൽ, ജോബിൻ വീഡിയോ ഓൺ ചെയ്ത് കാണട്ടെ നിങ്ങള്. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഇതൊന്ന് വായിക്കാനുണ്ട്. വേറൊരു കാര്യം, എക്സാമിന് നിങ്ങൾക്ക് പലർക്കും ഞാൻ ഹോംവർക്ക്, അതായത് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ തന്നതില് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതില് പിന്നെ ലാസ്റ്റ് പഠിപ്പിച്ച 43 പേജില് എന്താണ് എന്റെ ബുക്കാണ്. അപ്പൊ ഇതില് ഈ മൈനൊക്കെ കളർ കൊടുക്കാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അതെന്താ അങ്ങനെ? അതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നതല്ലേ? കൊടുക്കാത്തവർക്ക് വീണ്ടും ഞാൻ പറയുവാണ്, കളർ ചെയ്ത് അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് അല്ല, നോട്ട് കംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ് അല്ല. പിന്നെ എങ്ങനെയാ മാർക്ക്? ഓക്കെ തന്നവരുടെ ഞാൻ കണ്ടു, അല്ലാത്തവർക്ക് എങ്ങനെയാ മാർക്ക് തരിക? ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ മൈനക്ക് ഒരു കളർ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? സമയമില്ല എന്നാണോ അതിനർത്ഥം? വെരി ബാഡ്.
പഠിച്ചു കഴിയുമ്പോഴേക്ക് അതായത് ഫെബ്രുവരി ആകുമ്പോഴേക്ക് നമ്മുടെ അക്ഷരദീപം കംപ്ലീറ്റ് ആവണം. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവണം. നിങ്ങൾ ഹിന്ദി ഉള്ള ദിവസം മാത്രമേ അക്ഷരദീപം എഴുതേണ്ടതുള്ളൂ. അത് ഓക്കെ, കളർ കൊടുത്തവരും ഞാൻ കണ്ടു. അത് എല്ലാ ദിവസവും ഹിന്ദിയുടെ ക്ലാസ് എടുക്കുന്ന ദിവസം മിസ് പറഞ്ഞു എന്ന് വരില്ല. മിസ് ആദ്യത്തെ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടത് നിങ്ങൾ ഹിന്ദി എടുക്കുന്ന ദിവസം നിങ്ങൾ അക്ഷരദീപം എഴുതണം. അതുപോലെ ജിയ റോസ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല അല്ലെ? എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് നോക്കി. അപ്പൊ ഞാൻ ഓരോ കുട്ടിയുടെയും മനസ്സിലാക്കിയിട്ടുണ്ട്. ചുമ്മാ വാരി വലിച്ച് എഴുതുന്നേ ഉള്ളൂ. ശരിക്കും റെഗുലർ ക്ലാസ്സിനെക്കാളും നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഹോംവർക്ക് ചെയ്യുക, അതുപോലെ പഠിക്കുക. വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. നീയൊക്കെ വളരെ ബാക്കോട്ടാ. കണ്ട മോളൊന്നും അല്ല ഇപ്പൊ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ ഇപ്പൊ എന്താ പറഞ്ഞത്? നെക്സ്റ്റ് ക്ലാസ് അതായത് നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്ക് നിങ്ങളുടെ വർക്ക് ഏതാണ് ഹോംവർക്ക് പറഞ്ഞത്? പഠിക്കർ സീക്കോ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പഠിക്കർ സീക്കോ ശബ്ദജ്ഞാനിലെ പേജ് നമ്പർ 46 ആനിമൽസ്, ബേർഡ്സ് ആൻഡ് ആനിമൽസിന്റെ സൗണ്ട്. കൈ ഉയർത്തുന്ന നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫാത്തിമ ജുമാന. പഠിപ്പിച്ചത് കേട്ടില്ല. രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്തു. ഇത്രയും നേരം എന്താണ് പഠിപ്പിച്ചതെന്നോ? ഇപ്പൊ ഇനി ആകെ 2 മിനിറ്റേ ഉള്ളൂ. ഇനിയിപ്പോ ആദ്യം ഞാൻ ക്ലാസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെയോ? നിങ്ങൾ എന്നപ്പോ എന്താ ചെയ്യണ്ടേ? ഇനി യൂട്യൂബ് ക്ലാസ് കാണുക കേട്ടോ. ഇത്രയും നേരം 2 മിനിറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക്. എന്നിട്ട് ഇടക്ക് കിട്ടി അത്, എന്നിട്ട് ആദ്യം പിന്നെ അതെ അല്ലെ? അപ്പൊ ഇപ്പൊ പറഞ്ഞത് നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും, നെക്സ്റ്റ് അടുത്ത ദിവസമല്ല അടുത്ത പീരീഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്ന ഹോംവർക്ക് ആണ്. പേജ് നമ്പർ 44 പഠിക്കർ സീക്കോ എന്ന് പറഞ്ഞ കുറെ വേർഡ്സ് ഇല്ലേ? ആ വേർഡ്സ് ഒക്കെ ഒരു പ്രാവശ്യം നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതുപോലെ പേജ് നമ്പർ 46 ശബ്ദജ്ഞാനിലെ പശു പക്ഷിയും കി ബോലിയ, ആ ബേർഡ്സിന്റെയും ആനിമൽസിന്റെയും സൗണ്ട് അത് എഴുതിയതൊന്ന് നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഈ ശ്രുതിലേക്ക് എന്നുള്ള വാക്കുകൾ റഫായിട്ട് ഒന്ന് എഴുതി നോക്കുക. എന്താന്ന് വെച്ചാല് നെക്സ്റ്റ് പീരീഡ് ഞാൻ ചിലപ്പോ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഡിറ്റക്ഷൻ ആ ചിഹ്നങ്ങൾ ചേർത്തുള്ള, അതായത് 44 എന്നുള്ളത് പേജില് ആ ചിഹ്നങ്ങൾ ചേർത്തുള്ള നിങ്ങൾ പിന്നീട് എഴുതിയാൽ മതി. മിസ് നോട്ട് തരുമ്പോ ആ സമയത്ത് എഴുതി അവിടെ ആക്കി വെച്ചാൽ മതി കേട്ടോ. 3 വർക്കേ തന്നിട്ടുള്ളൂ. പഠിക്കർ സീക്കോ, രണ്ടാമത് ശബ്ദജ്ഞാനിലെ വോയിസ്, ബേർഡ്സ് ആൻഡ് ആനിമൽസിന്റെ വോയിസ്, ശ്രുതിലേക്ക്. ഈ 3 വർക്കേ തന്നിട്ടുള്ളൂ നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്ക്. ആ ശ്രുതിലേക്ക് എന്നുള്ളത് നിങ്ങൾ റഫായിട്ട് ഒന്ന് എഴുതി നോക്കുക. അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോ, അടുത്ത പീരീഡ് ക്ലാസ്സിലോട്ട് വരുമ്പോ ആ ശ്രുതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. റഫായിട്ട് എഴുതി നോക്കിയിട്ട് വരിക. ഓക്കെ, then bye bye, see you next period. നല്ല കുട്ടികളായിട്ട് വരണം നെക്സ്റ്റ് പീരീഡ്. ബൈ ബൈ മിസ്. ബ്രേക്ക് കേട്ടോ. ബൈ ബൈ.